കഴിഞ്ഞ ദിവസത്തെ കണ്ടിന്യൂഷനാണ് നമുക്ക് ടൈപ്സ് ഓഫ് റൈസസ് ഉണ്ടാക്കിയാലോ. ആദ്യത്തേത് കോക്കനട്ട് റൈസാണ്. കോക്കനട്ട് റൈസിന് കടലപ്പരിപ്പ് വേണം, വെളിച്ചെണ്ണ വേണം, വറ്റൽമുളക് വേണം, കരിവേപ്പില വേണം. ഇത്രയും സംഭവങ്ങൾ താളിച്ചിട്ട് നമ്മൾ നെയ്യിലാണ് താളിക്കുന്നത്. എന്നിട്ട് തേങ്ങയും കൂടി ഇട്ട് തേങ്ങ നല്ല ബ്രൗൺ ആകുമ്പോഴേക്കും നമ്മൾ മാറ്റി വെച്ച റൈസിലോട്ട് ഇതിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കോക്കനട്ട് റൈസ് റെഡിയായി. രണ്ടാമത് നമ്മൾ ഉണ്ടാക്കുന്നത് പുളിയോദരയാണ്. പുളിയോദരയ്ക്കുള്ള മിക്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ലാസ്റ്റ് നമ്മൾ ആ ചോറിലോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ നല്ലെണ്ണ ഇട്ട് മിക്സ് ചെയ്യണേ. അപ്പം അങ്ങനെ പുളിയോദര റെഡിയായി. മൂന്നാമത് നമ്മൾ ഉണ്ടാക്കിയത് ലെമൺ റൈസാണ്. ലെമൺ റൈസിൽ ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളകും കടുകും കൂടി താളിച്ച് മാറ്റി വെക്കണം. ചോറിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ലെമൺ ജ്യൂസും, പിന്നെ ഈ ഒരു താളിച്ചതും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ലെമൺ റൈസ് റെഡിയായി. പിന്നെ കേർഡ് റൈസ് എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ വറ്റൽമുളക്, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി വറുത്ത് വെച്ചത് ഈ ചോറിലോട്ടിട്ട് പിന്നെ ആവശ്യത്തിനുള്ള തൈരും ഉപ്പും എല്ലാം ചേർത്ത് കേർഡ് റൈസ് റെഡിയായി. അപ്പോൾ നമ്മുടെ എല്ലാ വിഭവങ്ങളും റെഡിയായി. ശർക്കര പായസം ഉണ്ടായി.